ഒരു പൂർണ്ണമായി ജാഹിലിയത്തിൽ ഉള്ള ഒരു നാട്, ആ ജാഹിലിയത്തിനെ പ്രതിനിധീകരിക്കുന്ന രക്ഷിതാക്കൾ, അത്തരത്തിലുള്ള ഒരു പൂർണ്ണ കുടുംബം ഇന്ന് ജാഹിലിയത്തിൻ്റെ അടയാളങ്ങളായി നിൽക്കുന്ന, നമ്മൾ പ്രബോധന രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം നിലനിന്നിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അവിടെയാണ് പ്രാഥമിക കാലഘട്ടം കഴിയുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് പള്ളി ദർസിലൂടെയാണ് എൻ്റെ വിജ്ഞാനം ആരംഭിക്കുന്നത്. നാട്ടിലുള്ള പള്ളി ദർസ്? നാട്ടിലല്ല, നാട്ടിൽ നിന്ന് പോയി ഞാൻ പിന്നെ കടലുണ്ടി നഗരം എന്നൊരു സ്ഥലമുണ്ട്. കടലുണ്ടി അല്ലാത്ത, അത് രണ്ടും രണ്ട് ജില്ലയാണ്, രണ്ട് പ്രദേശങ്ങളാണ്. കടലുണ്ടി പുഴയുടെ അക്കരയും ഇക്കരയും. ഒന്ന് മലപ്പുറം ജില്ലയാണ്, ഒന്ന് കോഴിക്കോട് ജില്ലയാണ്. അടുത്തടുത്ത പ്രദേശങ്ങളാണെങ്കിലും വളരെ വ്യത്യസ്തമായ പിന്നെ തനിമകളുള്ള പ്രദേശം. ഏതായാലും അത് എൻ്റെ വിഷയമല്ല. പക്ഷെ അവിടെയുള്ള ഒരു ദർസിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉപ്പ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അവിടെ 2 കൊല്ലക്കാലം നിൽക്കുന്നു. അതിൽ എന്നെ സംബന്ധിച്ച് അതിനു മുമ്പ് അബൂബക്കർ നിസാമി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ, അദ്ദേഹം ഹൈദരാബാദിൽ നിന്നൊക്കെ പഠിച്ച് ഇവിടെ വന്ന് നല്ല ഉറുദുവിൽ വിജ്ഞാനമുള്ള, ഏറെക്കുറെ പുറത്തു പറയാത്ത പുരോഗമനവാദിയാണ്. ഉള്ളു നല്ല പുരോഗമന ചിന്തകളും പുറത്തേക്ക് സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മകളും ബാഹ്യമായ പ്രകടന രീതിയും, അത് രണ്ടും കാണാനും അനുഭവിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജ്ഞാനം സാധാരണ ഉള്ള അന്നത്തെ ഒരു സമ്പ്രദായത്തിൽ 2 ചില വർഷം അദ്ദേഹത്തിന്. ആ കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങൾ വടകരയിൽ ബുസ്താനിലും, അതുപോലെ പുലാമന്തോളിൽ ഉണ്ടായിരുന്ന ഒരു മദ്രസ, അതിലൊക്കെ ഞാൻ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് ഞാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വെല്ലൂർ ബാക്കിയാത്തിൻ്റെ മാതിരി കേരളത്തിലൊരു വലിയ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്നത്തെ ഇവിടുത്തെ പണ്ഡിതന്മാരുടെ എല്ലാം ഒരു ഗുരുനാഥനായിട്ടുള്ള ഒരു വളരെ വിഖ്യാതനായ പണ്ഡിതനാണ്. പാങ്ങക്കാരൻ എന്നാണെന്ന് പറയാം. അന്ന് ഈ പ്രദേശങ്ങളെ പാങ്ങക്കാരൻ, കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പമുണ്ടാക്കുന്നതല്ല, കുഴപ്പ എന്നൊരു പ്രദേശം ഇവിടെ തേഞ്ഞിപ്പലം മറ്റേ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടാണ്. ആ കുഴപ്പയിലുണ്ടായിരുന്ന വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം പരപ്പനങ്ങാടി പിന്നെ ഒരു പനയത്തിൽ പള്ളി, അന്ന് ഏറ്റവും പ്രസിദ്ധമായ ദർസ് നടക്കുന്ന സ്ഥലമാണ്, അവിടുത്തെ മുദരിസായിരുന്നു അദ്ദേഹം. കുഴപ്പക്കാരൻ്റെയും പാങ്ങക്കാരൻ്റെയും ഒക്കെ അഭിപ്രായങ്ങളാണ് അന്ന് അവസാന വാക്ക്. മതപരമായ രംഗത്ത് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ സമീപിക്കുന്ന ആളുകളായിരുന്നു. അതിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രസിദ്ധനായ അദ്ദേഹം പിന്നെ വെല്ലൂരിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അവിടെ അധ്യാപകരായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേരളത്തിൽ അതിന് തുല്യമായൊരു സ്ഥാപനം ഉണ്ടാക്കുക. അങ്ങനെ താനൂർ കനോലി കനാലിൻ്റെ തീരത്ത്, നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകുന്ന ആ റൂട്ടിൽ കനോലി കനാലുണ്ട്. ഇന്ന് ജീർണിച്ചൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ബാക്കിയാത്ത് സാരിയാത്തിൻ്റെ, അതായത് ഇന്ന് ബാക്കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ബിരുദം നൽകുന്ന വെല്ലൂരിലെ ബാക്കിയാത്ത് സാരിയാത്തിൻ്റെ അതേ പ്രൗഢിയോടുകൂടെ അതേ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കുകയും അവിടെ ഉന്നതരായ അധ്യാപകരെ വെച്ചുകൊണ്ട് ഒരു ബിരുദങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആദ്യകാലത്ത്, ആ കാലത്ത് ആളുകളുടെ ചിന്ത, ഏകദേശം ഒരു കാലഘട്ടം അത് 1950കളിലാണ്.
50കളിലാണ്. അതായത് ഞാൻ 58 പൊളിക്കൽ ചേരുന്നത്. ഓക്കെ. പൊളിക്കൽ. ഇത് 56 ഞാൻ താനൂർ പഠിക്കുന്നത്. അന്ന് അവിടെ പിന്നെ ഗുരുനാഥൻ ഷംസുലുലമയാണ്. ഇന്നത്തെ ഇവരുടെ ഷംസുലുലമ എന്ന് പറയുന്ന EK അബൂബക്കർ മുസ്ലിയാർ. വാദപ്രതിവാദ രംഗത്ത് വളരെ ഉജ്ജ്വല വ്യക്തിത്വം. അന്ന് സുന്നി വിഭാഗത്തിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും, ഈ ദ്വയങ്ങളാണ് അന്നത്തെ സുന്നി വിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആളുകൾ. അത് അന്ന് അവരിലൊക്കെ ആവേശം കൂടുന്ന ആളായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. അന്ന് ഈ ഫാനും സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പണ്ഡിതന്മാർക്ക് വീത് കൊടുക്കുക രാത്രി അവർ ഉറങ്ങുമ്പോൾ. അത് ഞങ്ങൾ മുത്താലിമീങ്ങൾ ഊഴം വെച്ച് നടത്തുന്ന ഒരു ഏർപ്പാടാക്കി. എൻ്റെ വാക്കുകൾ പലതും ഇങ്ങനെ ഇടകലർന്നു വരും. അത് എൻ്റെ ജീവിതവും അതാണ്, എൻ്റെ സംസാരവും അതാണ്. കൃത്രിമത്വം ഇല്ലാത്ത ഒരു ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഓതി പഠിക്കുന്ന കാലമാണ് ഈ താനൂരിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ എന്നോട് സ്നേഹമുള്ള പണ്ഡിതന്മാരിൽ തന്നെയുള്ള ആളുകൾ താനൂരിൽ പോയി ചേരാൻ ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ചേരും. അന്ന് EK അബൂബക്കർ മുസ്ലിയാർ ഷംസുലുലമ, അദ്ദേഹമാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ, പ്രധാന ഉസ്താദ്. ആ ഒരു ദർസിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചോദ്യം ചെയ്യൽ എന്നെ ഒരുപാട് സത്യം കണ്ടെത്താൻ ഉപകരിച്ചു. ഈ ഒരു അന്ധമായ അനുകരണവും അനുസരണവും അതൊരു മനുഷ്യനെ തളർത്തും. അവിടെ ഒരു പുരോഗതി ഉണ്ടാവില്ല. നേർമറിച്ച് മാന്യമായ ബഹുമാന ആദരവുകളും സ്നേഹവും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചോദ്യവും ഉത്തരവും ഉണ്ടാകണം. എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാവും.